ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ വിഭവമാണ് കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണിത്. മത്തയില തോരന ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ നല്ല കക്ക് മത്തയില പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ കിളുന്നതാണ്. അതാണ് ചെറിയ ഇലകൾ, വലിയ ഇലകൾ എടുത്തിട്ടില്ല. തീരെ ചെറിയ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ നാരൊന്ന് വലിച്ചു കളയാം. ഇതിൻ്റെ തണ്ടൊന്ന് ഇതിങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പം അധികം തൊട്ട് കഴിഞ്ഞാൽ അതേ ഇങ്ങനെ പോരും, കണ്ട. അതായത് എല്ലാ ഇലയുടെയും നാരിങ്ങനെ പറിച്ച് കളയാട്ടോ. നമുക്ക് തൊട്ടാൽ മതി. ഇങ്ങനെ നമുക്ക് പതിയെ കിള്ളിയെടുത്തെങ്കിൽ പോരും എല്ലാത്തിൻ്റെ നാര്. നമുക്ക് ഇലയുടെ ബാക്കിലെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി നല്ലോണം ഇത് കഴുകിയെടുക്കാം. ഞാൻ കഴുകി വൃത്തിയായി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ ഇലകളൊക്കെ ഇങ്ങനെ അടക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതേപോലെ കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. മത്തയില വളരെ ഗുണമുള്ളൊരു സാധനമാണ്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമുണ്ട് ഈ മത്തയിലൊക്കെ. എപ്പോഴും കഴിക്കണമെന്നല്ല, മാസത്തിലൊക്കെ ഒരിക്കൽ കഴിക്കണം, നല്ലതാണ്. നല്ലവണ്ണം നമുക്ക് കുരുകുരാണ് ഞാനിത് അരിഞ്ഞെടുക്കട്ടെ. ഇത് മുഴുവനും മത്തയുടെ ഇല എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം, മത്തയുടെ ഇല കഴുകുമ്പോൾ എപ്പോഴും അതിൻ്റെ ബാക്കിൽ വല്ല പ്രാണികളോ പുഴുവൊക്കെ ഉണ്ടോ നോക്കണം കേട്ടോ. അത് നോക്കിയിട്ട് വേണം നമ്മൾ കഴുകിയെടുക്കാനായിട്ട്. ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതിനായിട്ട് ഞാനൊരു 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളക്. എൻ്റെ കയ്യിൽ ചതച്ചമുളക് തീർന്നുപോയി, അതുകൊണ്ടാണ് ഞാനിത് രണ്ടും ചതച്ചെടുക്കട്ടെ കേട്ടോ. ചതച്ചെടുക്കുന്നത്. ചതച്ചമുളക് ഉണ്ടെങ്കിൽ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചതച്ചമുളക് ഇട്ട് കൊടുത്തു മതി. ഇപ്പോൾ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് ഒന്ന് ചതക്കണത്. ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചതച്ച് വെച്ച ഉള്ളിയും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ നല്ലോണം. ആ വെളിച്ചെണ്ണ കിടന്ന ഉള്ളിയും വറ്റൽമുളകും നല്ലോണം മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്, നല്ല ആ വെളിച്ചെണ്ണയുടെ. ഈ ആദ്യം കടുക് പൊട്ടിക്കണ പൊട്ടിക്കാട്ടോ. എനിക്ക് കടുക് പൊട്ടിക്കണ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ കേട്ടോ. ഉള്ളിയും മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. മത്തനില ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടണോട്ടെ ഈ സമയത്ത്. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ മുളകും ഉള്ളിയും എല്ലാവരും കൂടി എരിവൊക്കെ കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ഇടാം. വേണ്ട, കുറേ മത്തല ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ എന്ത് കഴിഞ്ഞപ്പോൾ ചുരുങ്ങി ശരിക്കും ഇതങ്ങാട്. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അതേ നല്ലോണം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതേ വെള്ളം കണ്ട നല്ലോണം ഇറങ്ങി വരുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന്. നമുക്കൊരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് ഞാൻ ചിരണ്ടി വെച്ചാൽ പറ്റും. ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മുറി. നമുക്ക് ഈ തേങ്ങയും ഈ ചീരയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് മതി തോരൻ ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം കേട്ടോ. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും കൂടി. ഉണ്ടോ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പും എരിവൊക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് പറഞ്ഞ ഒരു 3 മിനിറ്റേ ഉള്ളൂ ഇത് വെക്കാനായിട്ട്. ഈ തോരൻ ഉണ്ടാക്കാൻ 3 മിനിറ്റ് മതി. പെട്ടെന്ന് ഉണ്ടാക്കാം. ഇല അരിയണ സമയം മാത്രം മതി. ഞാനിത് ഓഫ് ചെയ്യട്ടെ ഗ്യാസ്. നമുക്കിന് മൂടി വെച്ച് അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മത്തയില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.